പുതിയ നിയമത്തിൽ പുനഃസ്ഥാപിക്കാത്ത ഒരേ ഒരു കൽപ്പന ശബത്താണെന്ന് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വാദിക്കുന്നു. എന്നാൽ അക്കാലത്ത് ശബത്ത് ആചരിക്കുന്നത് സാധാരണ സമ്പ്രദായമായിരുന്നു. യേശുവും ശിഷ്യന്മാരും ശബത്ത് ശീലമാക്കി ആചരിക്കുന്ന സമൂഹത്തിൽ ജീവിച്ചു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ ലോകസ്ഥാപനം മുതൽ ശാശ്വതമായ 7-ാം ദിവസത്തെ ശബത്ത് കൽപ്പന പിന്തുടർന്നു. ശബത്ത് എന്നതിനെ അക്ഷരാർത്ഥത്തിൽ വിശ്രമത്തിൻ്റെ അടയാളം, ജോലിയിൽ നിന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്രമിക്കുന്ന ആഴ്ചയുടെ 7-ാം ദിവസം എന്ന് വ്യാഖ്യാനിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ അഭിസംബോധന ചെയ്ത കാര്യം 7-ാം ദിവസത്തെ ശബത്താണ്. ശബത്ത് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. മനുഷ്യൻ ശബത്തിനല്ല. യഹൂദന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയാണ്.